എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഒരാമുഖവുമില്ലാതെ തന്നെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കഥയല്ല, ഒരനുഭവമാണ്. അതെഴുതിയ ആള് ഒരനുഭവമായിട്ടാണ് ഇത് പറയുന്നത്. ഒരച്ഛൻ മരിച്ച ഒരു പാവം പെൺകുട്ടിയാണേ. അമ്മ മാത്രമേ ഉള്ളൂ. അവൾക്കാകെയുള്ളത് ഒരു ചെറിയ വീടാണ്. ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീട്. അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണ്. അവൾ ഏതോ ഒരു വലിയ കോഴ്സിനാണ് പഠിക്കുന്നത്. അമ്മ ഓരോ വീടുകളിൽ ജോലി ചെയ്തിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം അവൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ, ഞാൻ വെക്കേഷന് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ 2 കൂട്ടുകാരികളും ഉണ്ടാവും. അമ്മയ്ക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോളെ, ഇരിക്കാനൊരു കസേര പോലുമില്ല നമ്മുടെ വീട്ടിൽ. എങ്ങനെയാ മോളെ ഈ വീട്ടിൽ അവരെ കൊണ്ടുവരിക? അമ്മ ചോദിച്ചു. മോൾക്കും തോന്നി, ശരിയാണല്ലോ, എങ്ങനെയാ വീട്ടില് അവരെ കൊണ്ടുവരിക? സാരമില്ലമ്മേ, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരാം. അമ്മയ്ക്കോ ആകെ ടെൻഷനായി. വെക്കേഷൻ തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ അവൾ വീട്ടിലെത്തി. വന്നയുടനെ അവൾ ചെയ്യുന്നത് എന്താണെന്നോ, അവളുടെ കുഞ്ഞു വീടിനെ ഒന്ന് മനോഹരമാക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ വീടിന്റെ പുറകില് കുറച്ച് നല്ല മഞ്ഞ നിറത്തിലുള്ള മുളകൾ നിന്നു. ആ മുളകൾ വെട്ടിയെടുത്തിട്ട് അതിന്റെ കമ്പുകൾ ഇങ്ങനെ വീടിന്റെ മുന്നിൽ തൂക്കിയിട്ട് ഒരു പന്തൽ പോലെ മനോഹരമാക്കി. അവിടെ ഇങ്ങനെ പരന്നു കിടന്ന കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്തേക്ക് അടുക്കി അടുക്കി വെച്ചു. ചെടിച്ചട്ടികളിൽ ചെടികൾ നിറച്ചു. ചിരട്ടയിലും പാത്രത്തിലും പൊട്ടികെട്ടിന്നിലും ചില്ലുപാത്രത്തിലുമൊക്കെ ചെടികൾ ഓരോന്നായി നിറച്ച് ആ ചെറിയ വീടിന്റെ ചുറ്റും ഇങ്ങനെ വെച്ചു. മുളകൾ കൊണ്ട് കുറെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ടാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് കൂട്ടുകാരികൾ വന്നു. വലിയ വീട്ടിലെ കുട്ടികളാ, വലിയ പണക്കാരായിട്ടുള്ള കുട്ടികള്. അവരാ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധവുമുണ്ട്. ആ സുഗന്ധത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവൾ അവിടെ ഒരു ചെമ്പകം കൊണ്ടുവച്ചിരുന്നു വീടിന്റെ ഉള്ളില്. ആ വീട് മുഴുവനും സുഗന്ധമാകാൻ ആ ഒറ്റ ചെമ്പകം മതി. കുറച്ചുകൂടി നല്ലതിലേക്ക് നമുക്ക് സ്വപ്നങ്ങളൊക്കെ കാണാം. പക്ഷെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വലിയ അധ്വാനവും പ്രയത്നവും ഒക്കെ നമ്മുടെ അടുത്തു നിന്നുണ്ടാവണം. പക്ഷെ ഈ നിമിഷത്തെ നമ്മൾ ആഘോഷിക്കുകയും വേണം. നമുക്ക് അസംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ സൗകര്യങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്കൊരു അസംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. കാരണം അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലഹരിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറ്റവും ശക്തരാക്കുന്നത് കഴിഞ്ഞതല്ല, നമ്മെ ഏറ്റവും സന്തോഷവാന്മാരാക്കുന്നത് വരാനുള്ളതുമല്ല. ഇന്നിനെ ചേർത്ത് പിടിക്കാൻ നാം കാണിക്കുന്ന സ്നേഹവും സ്വീകരിക്കലുമാണ്. കാരണം ഇന്നാണ് നമുക്ക് പൂർണ്ണമായി സ്വന്തമായുള്ള ഏക ദിവസം. ഒരു നല്ല ശുഭദിനം നേരുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ.